എന്തുകൊണ്ടായിരിക്കും ഈ ചൂടിങ്ങനെ കൂടുന്നത്? അതിന്റെ കാരണം എന്തായിരിക്കും? ഒന്ന് വളരെ പ്രാദേശികമായിട്ടുള്ള കാരണങ്ങളുണ്ട്. മറ്റൊന്ന് കുറച്ച് ലാർജ് സ്കെയിലാണ്, അല്ലെങ്കിൽ ആഗോളാടിസ്ഥാനത്തിൽ നിന്ന് നമുക്ക് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സമയമാണ്. ഏപ്രിൽ മാസമാണ്. പൊതുവിൽ സൂര്യൻ തലയ്ക്ക് മേലെയായിരിക്കുമ്പോൾ ചൂട് കൂടുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. രണ്ടാമത്, സംസ്ഥാനത്ത് വേനൽ മഴ വളരെ കുറവാണ്. 40% കുറവാണ് ഇന്ന് വരെയുള്ള കണക്ക് പ്രകാരം. മാർച്ച് 1 മുതലാണ് നമ്മൾ വേനൽ മഴയായിട്ട് കണക്ക് കൂട്ടുക. മാർച്ച് 1 മുതൽ ഇന്നിപ്പോൾ ഏപ്രിൽ 23 വരെയുള്ള ദിവസത്തിൽ 40% കേരളത്തിലെ ശരാശരിയാണ്. പക്ഷേ പല ജില്ലകളിലും ഇപ്പോൾ പാലക്കാടൊക്കെ 70%-ലധികം കുറവാണ് സംഭവിച്ചത്. തൃശ്ശൂർ ജില്ലയിലും 50% കുറവ് സംഭവിച്ചിട്ടുണ്ട്. കൊല്ലത്തുമൊക്കെയാണ് സംഭവം. കൊല്ലം, തൃശ്ശൂർ, പാലക്കാട് ഈ ഭാഗങ്ങളിൽ നല്ല ചൂട്. ഇപ്പം ഇന്ന് ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളാണ് പല ജില്ലകളും. വേനൽ മഴയിലുണ്ടായിട്ടുള്ള അസ്വാഭാവികമായ കുറവ്, അതോടൊപ്പം അന്തരീക്ഷത്തിലെ ക്ലൗഡ് കവർ കുറഞ്ഞു. ക്ലൗഡ് കവർ കുറയുമ്പം തെളിഞ്ഞ അന്തരീക്ഷമാണ്. സൂര്യപ്രകാശം ഒട്ടും തീവ്രത കുറയാതെ തന്നെ ഭൂമിയുടെ മേലെ എത്തും. ഇതിനേക്കാളെല്ലാം ഉപരി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്തരീക്ഷത്തിൽ ഇപ്പം നിലനിൽക്കുന്ന ഒരു എതിർ ചുഴലി എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രതിചക്രവാതം എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. ആൻറ്റി സൈക്ലോൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഇപ്പം ആദ്യ സൈക്ലോൺ എന്താണെന്ന് പറഞ്ഞാൽ ആൻറ്റി സൈക്ലോൺ എളുപ്പമാവും. സൈക്ലോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരാർദ്ധഗോളത്തിൽ വായു ക്ലോക്ക് തിരിയുന്ന, അല്ലെങ്കിൽ ഘടികാര ദിശയുടെ ഓപ്പോസിറ്റ് തിരിയുന്നതാണ് സൈക്ലോൺ. അതേ ഘടികാര ദിശയിൽ തന്നെ തിരിയുന്നതാണ് ആൻറ്റി സൈക്ലോൺ. ആൻറ്റി സൈക്ലോൺ ഉണ്ടാവുക നമ്മുടെ ഭൂമിയുടെ പ്രതലത്തിലല്ല, ഭൂമിയിൽ നിന്ന് ചിലപ്പോൾ 3 കിലോമീറ്റർ 5 കിലോമീറ്റർ ഒക്കെ ഉയരത്തിലായിരിക്കും ഉണ്ടാവുക. ഇപ്പം നിലവിൽ ഒരു 3 കിലോമീറ്റർ ഉയരത്തിൽ, ഇപ്പം നിലവിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരാഴ്ചയോളമായിട്ട് ഒരു 3 കിലോമീറ്റർ ഉയരത്തിൽ ആൻറ്റി സൈക്ലോൺ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ആൻറ്റി സൈക്ലോൺ ഇങ്ങനെ മേലെ തിരിയുമ്പോൾ അതിൻ്റെ ഭാഗമായി വെറുതെ വട്ടം കറങ്ങുക മാത്രമല്ല, അവിടെ നിന്നുള്ള വായു താഴേക്ക് വരികയും കൂടി ചെയ്യും. ഒരു ഡൗൺവേർഡ് വെർട്ടിക്കൽ മോഷൻ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ മേലെ നിന്ന് താഴേക്ക് വരുന്ന വായു, നമുക്കറിയാം താഴെ മർദ്ദം കൂടുതലാണ്. അപ്പം മേലെ നിന്ന് ഇങ്ങോട്ടേക്ക് അതിനെ ഞെരിച്ചമർത്തുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഞെരിഞ്ഞമരലിൻ്റെ ഭാഗമായി ഒരു കംപ്രഷണൽ വാമിങ് സംഭവിക്കും. സമ്മർദ്ദതാപനം. നമ്മളൊരു സൈക്കിൾ പിസ്റ്റണിൽ ഇങ്ങനെ കുറേ നേരം അടിച്ചു കഴിഞ്ഞാൽ പിസ്റ്റണിൽ തൊട്ട് നോക്കിയാൽ പമ്പിൽ ചൂടാവും. അതുപോലെ ആ വാമിങ് പ്ലസ് ഈ താഴെയുള്ള വായു ഓൾറെഡി ചൂടായിരിക്കുകയാണ് സൂര്യപ്രകാശം കൊണ്ട്. ഈ ചൂട് പിടിച്ച വായു പെട്ടെന്ന് ഡെൻസിറ്റി കുറഞ്ഞ് മേലേക്ക് ഉയർന്നു പൊങ്ങാനാണ് അതിന് ഒരു പ്രവണതയുള്ളത്. അപ്പം ഇതിങ്ങനെ പൊന്താൻ നോക്കുമ്പോൾ മേലേന്ന് വായു ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് ഈ താഴെയുള്ള ചൂട് പിടിച്ച വായുവിന് മേലേക്ക് ഉയരാനും പറ്റില്ല. അപ്പോൾ 2 ഇഫക്റ്റാണ് സംഭവിക്കുക. ചൂട് പിടിച്ച വായു ഇവിടെ തന്നെ കെട്ടിക്കിടക്കും, അതോടൊപ്പം മേലേന്ന് വരുന്ന വായു എക്സ്ട്രാ ചൂടാവുകയും ചെയ്യും. ഇതാണ് ഒരു ആൻറ്റി സൈക്ലോൺ, അല്ലെങ്കിൽ എതിർ ചുഴലി, പ്രതിചക്രവാതം, ഇതിലൊക്കെ സംഭവിക്കുന്നതാണ്. അപ്പം ചൂട് പിടിച്ച വായു ഇങ്ങനെ ദിവസങ്ങളോളം അവിടെ കിടക്കും. ഈ ആൻറ്റി സൈക്ലോണിൻ്റെ ഒരു ഏരിയൽ എക്സ്റ്റെൻറ്റ്, അത് എത്രത്തോളം വലുതാണെന്ന് പറയുകയാണെങ്കിൽ തെക്കേ ഇന്ത്യ മുതൽ സെൻട്രൽ ഇന്ത്യ വരെ നീളുന്ന വലിയൊരു സർക്കുലേഷൻ പാറ്റേണാണ്. ആ സർക്കുലേഷൻ പാറ്റേൺ അങ്ങനെയുണ്ട് എങ്കിൽ മഴ വളരെ കുറവായിരിക്കും. കേരളത്തിലെ ഏതാനും ജില്ലകളിലൊക്കെ കിട്ടും, പക്ഷേ പൊതുവിൽ തെക്കേ ഇന്ത്യയിലും മധ്യ ഇന്ത്യയിലും മഴക്കുറവാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തെക്കേ ഇന്ത്യയിലൊക്കെ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ 42 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ടെമ്പറേച്ചർ പോകുന്ന ഒരു സാഹചര്യമുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ എതിർചുഴലി ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് കേരളത്തിലേക്ക് കടന്നു വരുന്ന കാറ്റ് തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള വരണ്ട വായുവിന് ഇങ്ങോട്ടേക്ക് വരാനും കൂടിയുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നുണ്ട്. അത് പാലക്കാട് ചുരം വഴിയും പുനലൂർ ഗ്യാപ്പ് വഴിയും കൊല്ലം ജില്ലയിലേക്കുമൊക്കെ എത്തും. അതുകൊണ്ടാണ് ഈ 2 ജില്ലകളിൽ പ്രധാനമായിട്ടും ചൂട് കൂടുന്നതിൻ്റെ ഒരു പ്രശ്നം. അതോടൊപ്പം ഞാൻ പറഞ്ഞു, വളരെ പ്രാദേശികമായിട്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതിനെയാണ് നമ്മളുടെ ലാൻഡ് യൂസ് പാറ്റേൺ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടുള്ള വനങ്ങളൊക്കെ അല്ലെങ്കിൽ പച്ചപ്പ് നഷ്ടപ്പെട്ട് അവിടെ നമ്മൾ ടാർ റോഡുകളും കോൺക്രീറ്റുകളും വരുമ്പോൾ ഈ വസ്തുക്കൾ ചൂടിനെ കാര്യമായിട്ട് ആഗിരണം ചെയ്ത് ഇവിടെ തന്നെ നിലനിർത്തും. അത് എക്സ്ട്രാ ചൂടുണ്ടാവും. അത് നഗരങ്ങളിലാണ് ഈ കൂടുതൽ സംഭവിക്കുക. നഗരത്തിൻ്റെ ചുറ്റിനുമുള്ള ഗ്രാമപ്രദേശങ്ങളിൽ അത്രയധികം ഉണ്ടാവില്ല. അപ്പോൾ നഗരവും ഗ്രാമവും തമ്മിൽ ചൂടിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമുണ്ടാകും. അല്ലെങ്കിൽ നഗരങ്ങൾ ചൂടിൻ്റെ ഒരു തുരുത്തായി മാറും. അതിനെയാണ് നഗര താപത്തുരുത്തുകൾ, അല്ലെങ്കിൽ അർബൻ ഹീറ്റ് അയലൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ അർബൻ ഹീറ്റ് അയലൻഡ് അനിയന്ത്രിതമായിട്ടുള്ള നഗരവൽക്കരണം, അതോടൊപ്പം അന്തരീക്ഷത്തിലെ ചില ആൻറ്റി സൈക്ലോൺ പോലെയുള്ള സർക്കുലേഷൻ പാറ്റേൺ, മഴക്കുറവ്, എൽനിനോ പോലെയുള്ള വലിയ ആഗോള പ്രശ്നങ്ങൾ, ഇതിൻ്റെ എല്ലാം സമ്മിശ്ര ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന എക്സ്ട്രാ ചൂട്.